നമസ്കാരം. മധുരയിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സിൽ CPM ദേശീയ തലത്തിൽ തന്നെ പ്രായപരിധി നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ട് വരെ ഇപ്പോൾ സൂചന നൽകുകയാണ്. അതായത് അവർക്ക് ഇപ്പോൾ 77 വയസ്സ് പ്രായം. മധുര പാർട്ടി കോൺഗ്രസോടുകൂടി താൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയാൻ പോകുകയാണ് എന്നവർ പറഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകുമെന്നും BJP ശക്തമായി എതിർക്കുന്ന സർക്കാരിനെ നയിക്കുന്ന മുതിർന്ന നേതാവ് എന്ന ഒരു പരിഗണന അത് പിണറായി വിജയന് നൽകും അല്ലെങ്കിൽ ലഭിക്കുമെന്നാണ് ബൃന്ദ കാരാട്ട് പറയുന്നത്. കേരള മുഖ്യമന്ത്രിക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട്. 3 വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ കൂടുതൽ പുതിയ നേതാക്കൾ നേതൃത്വത്തിൽ എത്തേണ്ടതുണ്ട്. ചെന്നൈയിൽ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം അവർ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ പറയുകയുണ്ടായത്. പക്ഷേ ഇത്തരത്തിൽ അതേസമയം നാളെ നടക്കുന്ന CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം, ആ കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ചേരുമ്പോൾ എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ എന്നറിയാനുണ്ട്. സംഘടനാ റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യാൻ പോകുന്നത്. താൻ ഒഴിയുമെന്ന് ഇതാദ്യമായിട്ട് തന്നെയാണ് ബൃന്ദ കാരാട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ 6ഓളം PB അംഗങ്ങൾ ഒഴിയുന്നത് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സമ്മേളന കാലത്ത് 17 അംഗ PBയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അതിൽ ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ, സീതാറാം യെച്ചൂരിയൊക്കെ ഇപ്പോൾ വിട പറഞ്ഞതോടുകൂടി അംഗസംഖ്യ 15ആയി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് പകരം മറ്റാരെയും തന്നെ PBയിലേക്ക് എടുത്തിരുന്നില്ല. 75 വയസ്സ് പ്രായപരിധി കൂടി നടപ്പാക്കുമ്പോൾ സുഭാഷിണി അലി, ബൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ തുടങ്ങി 6 പ്രധാന നേതാക്കൾ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് ആര് എന്നതടക്കമുള്ള ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നിബന്ധനയിൽ CPM നിലപാട് മയപ്പെടുത്തുമോ എന്ന് ഉറ്റുനോക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബൃന്ദ കാരാട്ട് അടക്കം പറയുന്നത്. ബൃന്ദ കാരാട്ട് എന്തായാലും 77 വയസ്സുകാരിയാണ്. അവർ ഒഴിയാൻ പോകുന്നു. മാണിക് സർക്കാരിനായിരുന്നു സാധ്യത ഉണ്ടായിരുന്നത് ഈ CPMൻ്റെ പാർട്ടി സെക്രട്ടറി ആവാൻ. പക്ഷേ അതും നടക്കാൻ സാധ്യതയില്ല. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹവും ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 75 വയസ്സ് കഴിഞ്ഞവരിൽ മിക്കവരും ഒഴിഞ്ഞു മാറുമ്പോൾ പാർട്ടി സെക്രട്ടറി ആകുന്നതിലേക്ക് എത്തപ്പെടുന്നത് MA ബേബി അടക്കമുള്ള കേരളത്തിലെ നേതാക്കളാണ്. ആ MA ബേബി അടക്കമുള്ള കേരളത്തിലെ നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ? സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതകൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കനിയണമെന്നുള്ളതാണ്. പിണറായി വിജയൻ പറയുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും കേരളത്തിൽ നിന്ന് സെക്രട്ടറി പദത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ MA ബേബിയുമായി അത്ര നല്ല രസത്തിലല്ലാത്ത പിണറായി വിജയന് പക്ഷേ MA ബേബിയുടെ പേര് മുമ്പോട്ട് വയ്ക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടറി പദത്തിലേക്ക് MA ബേബി എത്തുവാനുള്ള സാധ്യത പിണറായി വിജയൻ ചിലപ്പോൾ അടച്ചേക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ MA ബേബിക്കാണ് ദേശീയ സെക്രട്ടറി ആകുവാനുള്ള സാധ്യത എന്നുള്ളത്. അതിലേക്ക് എത്തുവാൻ ഇനിയും ദൂരം ബാക്കിയുണ്ട്. പിണറായി വിജയന് ഈ വയസ്സിൽ ഇളവ് നൽകുവാനുള്ള സാധ്യത, പ്രായാധിക്യം ഉണ്ടാകുന്നു എന്നൊന്നും പറയില്ല. അദ്ദേഹത്തിന് പ്രായത്തിൽ ഈ പറയുന്നത് പോലെ ഇളവ് നൽകുവാനുള്ള സാധ്യതയുമുണ്ട്. MA ബേബിക്ക് തന്നെ ആയിരിക്കണം ഇപ്രാവശ്യം പാർട്ടി സെക്രട്ടറി ആകുവാനുള്ള യോഗം.